സ്വാമി വിവേകാനന്ദ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഇന്ത്യയുടെ യുവത്വത്തിനു നീ കഴിയും എന്ന ഉറച്ച വിശ്വാസം പകർന്നു തന്ന മഹാനായ സന്യാസി. ഉയിർപ്പ് നൽകിയവനാകൂ, വാഴ്ത്തവനാകരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം. ഒരു ദിവസം ഒരു യുവാവ് വിവേകാനന്ദനെ സമീപിച്ചു. സ്വാമി, എൻ്റെ ജീവിതം ഒന്നും ശരിയായില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വിവേകാനന്ദൻ പതുക്കെ ചിരിച്ചു. നിനക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് നീ ഇനിയും നിന്നിലെ ദൈവിക ശക്തിയെ കണ്ടിട്ടില്ലാത്തതിനാലാണ്. അവർ ഒരു വില്ലാളിയുടെ കയ്യിലെ വില്ലെടുത്തു. ഇതിൽ എത്ര ശക്തി? യുവാവ് ഉത്തരം പറഞ്ഞില്ല. വിവേകാനന്ദൻ പറഞ്ഞു, വില്ലളിക്കുമ്പോഴാണ് ഇതിൻ്റെ കരുത്ത് തെളിയുന്നത്. അതുപോലെ നമ്മളിൽ ഓരോരുത്തരും വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ശക്തി പുറത്തു വരുന്നത്. അദ്ദേഹം പറഞ്ഞു, തോൽവി ഒരു അവസാനമല്ല, തോൽവി ഒരു പുതിയ വിദ്യയാണ്, നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കുന്ന പരീക്ഷയാണ്. ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ള വിജയം നേടണമെങ്കിൽ പ്രതിബന്ധങ്ങളെ ഭയക്കുന്നതല്ല, അവയെ അതിജീവിക്കാൻ മനസ്സ് പരിശീലിപ്പിക്കണം. സ്വാമി വിവേകാനന്ദൻ എന്നും പറഞ്ഞിരുന്നു, സ്റ്റാൻഡ് അപ്പ്, ബി ബോൾഡ്, ബി സ്ട്രോങ്. ഒരു നിമിഷം പോലും നിന്റെ വിലപ്പെട്ട ജീവിത സമയം നശിപ്പിക്കരുത്. യുവജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഇതായിരുന്നു. നിങ്ങളിൽ അനന്തശക്തിയുണ്ട്, നീ വിശ്വസിച്ചാൽ ലോകത്തെ മാറ്റാൻ പോലും നിനക്ക് കഴിയും. അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്, മനസ്സ് ചെന്നിടത്താണ് വിജയം. ഭയത്തെ തകർത്തു മുന്നോട്ടു പോകുക, സ്വയം വിശ്വസിക്കുക, മറ്റുള്ളവരെ ഉന്നതിയിലേക്ക് ഉയർത്തുക. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതം ഇന്ന് നമ്മോട് പറയുന്നത് ഒന്നു മാത്രം: ഉയർന്ന് സ്വയം തെളിയിക്കൂ. നിന്നിൽ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ ലോകം തന്നെ നിന്നെ തിരിച്ചറിയും.